നിങ്ങൾ ക്രിസ്തീയ മതവിശ്വാസികളാണ്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് ആരെ സ്നേഹമില്ല? യേശുക്രിസ്തുവിനോട് സ്നേഹമില്ല. എന്താണ് തെളിവ്? നിങ്ങൾ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തേണ്ടടുത്ത് നിങ്ങൾ ഭൂമിയിൽ മരിച്ചു പോകുന്ന മനുഷ്യരെ മഹത്വപ്പെടുന്നവരും, ആ ദൈവം നമുക്ക് ആരാധനയ്ക്കായിട്ട് തന്നിട്ടില്ലാത്ത, അതായത് മനുഷ്യൻ ആരാധിപ്പാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമമായിട്ടും ആ നാമത്തെ വിട്ട് വളരെയേറെ മറ്റു നാമങ്ങളെ നിങ്ങൾ സേവിക്കുകയും തല കുമ്പിടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞവരാണ്. എന്നാൽ യേശുക്രിസ്തുവോ അവൻ സ്വർഗത്തെക്കാൾ ഉപരി നമ്മളെ സ്നേഹിച്ചിറങ്ങി വന്നില്ലയോ? അവൻ സ്വർഗം വേണ്ട എന്ന് വെച്ചില്ലയോ? സ്വർഗത്തിന്റെ മഹത്വം വേണ്ട എന്ന് വെച്ചില്ലയോ? നമ്മൾ ഓരോരുത്തരും നശിച്ച് നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോകുമ്പോഴും നമ്മളോടുള്ള അവന്റെ അഗാധമായിരിക്കുന്ന സ്നേഹ നിമിത്തം നമുക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് അവൻ മരിപ്പാൻ തയ്യാറായിട്ട് ഇറങ്ങി വന്നില്ലയോ? എന്നിട്ടും സ്വർഗത്തിൽ ഇറങ്ങി വന്ന ഏക പുരുഷനായിരിക്കുന്ന ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും നമ്മൾ ആരാധിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞു. മറ്റ് പലതിനെയും നമ്മൾ ആരാധിക്കുന്നു. ഇതാ സങ്കീർത്തനം 16 പറയുന്നു, അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ വേദന വർദ്ധിച്ചു വരും. അതേപോലെ യേശുക്രിസ്തുവിന്റെ നാമം വിട്ട് നിങ്ങൾ ഏത് നാമത്തിന്റെ മുമ്പിൽ തലകളെ വണക്കിയാലും, മരിച്ചു പോകുന്ന മനുഷ്യരുടെ മുമ്പിൽ ആത്മീയമായിരിക്കുന്ന രീതിയിൽ തലകളെ വണക്കി കഴിഞ്ഞാലും നിങ്ങളുടെ വേദന വർദ്ധിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കാലാകാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചു വന്നിരിക്കുന്ന നിങ്ങളുടെ മതവിശ്വാസം അത്രേ, നിങ്ങളുടെ പാരമ്പര്യം അത്രേ നിങ്ങളെ കഠിനമായിരിക്കുന്ന വേദനയിലേക്ക് കൊണ്ടുപോകുന്നത്.